മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നിയമസഭയിലെ ചില സീനുകൾ അടുത്ത കാലത്ത് ഇൻസിഡൻ്റലി കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ നമ്മളെ ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ്, മുഖ്യനായിട്ടുള്ള നേതാവ് പേപ്പർ നോക്കിയിട്ട് വായിക്കുന്ന ഒരു സീൻ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. 2-3 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു. ഒരു വലിയ വിഭാഗം ജനത നിറഞ്ഞ ഹൃദയത്തോടുകൂടി ആദരിക്കുന്ന, ആരാധിക്കുന്ന ഒരു പ്രതീകാത്മകമായിട്ടുള്ള കുരിശ് ഇത്രയും മോശമായ രീതിയിൽ മൂന്നാറിൽ നിന്ന് പിഴുത് മാറ്റിയപ്പോൾ ഒരു സമുദായത്തിൻ്റെ വേദന തിരിച്ചറിയാൻ ഭരിക്കുന്നവർക്ക് അറിഞ്ഞുകൂടെന്നല്ലേ അതിൻ്റെ അർത്ഥം? ഈ കേരളത്തിൽ എന്ത് നടക്കുമ്പോഴും അതിൽ കളക്ടറോ ഡെപ്യൂട്ടി കളക്ടറോ ഭരണാധികാരികൾ ബ്യൂറോക്രാറ്റ്സ് എന്ത് ചെയ്താലും അതിനെല്ലാം ഉത്തരം പറയേണ്ടി വരുന്നത് ഭരിക്കുന്ന പാർട്ടിയും പാർട്ടിയുടെ നേതാക്കളും ഭരണകർത്താക്കളുമായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് പോലും ചിന്തിക്കാൻ പറ്റാതെ ഒരു വലിയ വിഭാഗം ജനത ആരാധിക്കുന്ന ആ കുരിശിനെ അവഹേളിച്ചു എന്നതിൽ ദുഃഖമുണ്ട് എന്ന് വായിച്ച മുഖ്യമന്ത്രിയുടെ വായിക്കുന്ന രീതിയും അതെല്ലാം മനസ്സിൽ നിറഞ്ഞപ്പോൾ കുറേ ചോദ്യങ്ങളാണ് മുമ്പിൽ വന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉൾപ്പെടെ അടുത്ത കാലത്ത് എത്രയോ സാധനങ്ങൾ കളവ് പോയിട്ടുണ്ട്. എത്രയോ അമ്പലങ്ങളിൽ കള്ളത്തരം നടക്കുന്നുണ്ട്. എത്രയോ അമ്പലങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. എത്രയോ അമ്പലങ്ങളിൽ രാഷ്ട്രീയക്കാരെ കയറിയിട്ട് നികൃഷ്ടവും നീചവും നിന്ദ്യവുമായിട്ടുള്ള രീതിയിൽ അവഹേളിക്കുന്നുണ്ട്. ആറ്റുകാൽ പൊങ്കാല പോലും കലക്കാൻ ഡിവൈഎഫ്ഐക്കാരെ ശ്രമിക്കുന്നുണ്ട്. ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം തിരുവനന്തപുരത്ത് എൻ്റെ പ്രഭാഷണത്തിന് മുമ്പ് ആ അമ്പലത്തിനകത്ത് കരിവാരി തേച്ചുകൊണ്ട് എൻ്റെ പ്രഭാഷണത്തെ ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐക്കാർ അമ്പലത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അപ്പോൾ ഈ മുഖ്യമന്ത്രിക്കും ഇവിടെയുള്ള പാർട്ടിക്കാർക്കും വിഷമോ ഇല്ലേ? ഓരോ അമ്പലത്തിലും കൈയിട്ട് വാരുമ്പോഴും അമ്പലത്തിൻ്റെ ഭൂമി അന്യാധീനപ്പെട്ട് ആ കയ്യേറിയവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുമ്പോഴും അമ്പലത്തിൻ്റെ പ്രോപ്പർട്ടി കട്ടുകൊണ്ടു പോകുമ്പോഴും അമ്പലത്തെ മുടിക്കാൻ വേണ്ടിയിട്ട് ഇതേ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ തിന്മകൾ ചെയ്യുമ്പോഴും ആ ഹൈന്ദവ ജനതയുടെ വികാരത്തിന് ഒരു വിലയും കൽപ്പിക്കണ്ടേ? മാത്രമല്ല, ഈ ഡിവൈഎഫ്ഐയും SFIയും CPMും അമ്പലത്തിൻ്റെ മുമ്പിൽ മാത്രം ചുമന്ന കൊടി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വെളുത്ത കൊടി വയ്ക്കുമ്പോൾ ആ ഡിവൈഎഫ്ഐയിലും CPMിലും അതുപോലെ SFIയിലും മുസ്ലിങ്ങളുണ്ടല്ലോ. ആ മുസ്ലിങ്ങൾ അവരുടെ പ്രാർത്ഥനാലയമായ മസ്ജിദിൻ്റെ മുമ്പിൽ എന്തേ വെക്കാത്തത്? അവിടെ പച്ചക്കൊടി മുസ്ലിങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ കാവിക്കൊടി ഹിന്ദുക്കൾ വെച്ചിരിക്കുന്ന പോലെ അവിടെ പച്ചക്കൊടി മുസ്ലിം പള്ളിയുടെ മുമ്പിൽ വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെളുത്ത കൊടിയും ചുവന്ന കൊടിയും എന്തേ വെക്കാത്തത്? ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് മുസ്ലിം അല്ലേ? അദ്ദേഹം ഏതിനെങ്കിലും നേതൃത്വം കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ ചുമന്നതോ വെളുത്തതോ കൊടി വെക്കാനായിട്ട് നേതൃത്വം കൊടുത്തിട്ടുണ്ടോ? ധാരാളം ക്രിസ്ത്യാനികൾ ഡിവൈഎഫ്ഐയിലും SFIയിലും CPMിലും ഉണ്ടല്ലോ. അവരുടെ പള്ളിയിൽ അവരുടേതായിട്ടുള്ള പതാകയോടൊപ്പം എന്തേ ചുമന്നതും അല്ലെങ്കിൽ വെളുത്തതുമായിട്ടുള്ള പതാക വയ്ക്കാത്തത് ഇടിച്ചു കയറിയിട്ട് അതും മതത്തിൻ്റെ സ്ഥാപനങ്ങളല്ലേ? ഹൈന്ദവ ജനതയുടെ നെഞ്ചത്ത് കയറിയിട്ട് താണ്ഡവ നൃത്തം ആടുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് ദുഃഖമൊന്നുമില്ലേ? ആ ഗവൺമെൻറ് ലാൻഡ് കൈയടക്കി അതിനെ കുരിശ് മാറ്റിയപ്പോൾ ഒരു മെത്രാൻ പറയുകയുണ്ടായി, ഈ കാഴ്ച കണ്ട് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് യേശുദേവൻ തന്നെ ആയിരിക്കുമെന്ന് ഫ്രണ്ട് പേജിൽ. പിന്നെ അദ്ദേഹം ഒന്നും വേണ്ടിയില്ല. ബാക്കി ചിലർ പറഞ്ഞു കുരിശ് മാറ്റിയതിനോട് എതിർപ്പില്ല, മാറ്റിയ രീതിയിനോടാണ് എതിർപ്പ്. അത് കൊണ്ടുവച്ച രീതിയോട് എതിർപ്പില്ലേ നിങ്ങൾക്കാർക്കും? ഗവൺമെൻറ് ലാൻഡ് കയ്യേറി, റോഡ് സൈഡ് കയ്യേറിയിട്ട് എല്ലായിടത്തും പരമപവിത്രം എന്ന് പറയുന്ന ഈ കുരിശ്, പ്രത്യാശയുടെ ചിഹ്നമായിട്ടുള്ള കുരിശ് കണ്ട സ്ഥലത്തും കേട്ട സ്ഥലത്തും ശവപ്പറമ്പിലും നെഞ്ചത്തും എല്ലാം കയറ്റി വെക്കുമ്പോൾ അതിൽ ഒരു ഹിന്ദു എന്ന് പറയാൻ യോഗ്യതയില്ലെങ്കിലും, പറയാൻ താല്പര്യമില്ലെങ്കിലും, അതിനോട് ആദരവില്ലെങ്കിലും, അറിഞ്ഞോ അറിയാതെയോ ആ കുലത്തിൽ ജനിച്ച കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു വിഭാഗം വേദനിക്കുന്നതിൽ മാത്രമേ വേദനയുള്ളൂ.
ഭൂരിപക്ഷം എന്ന് വിചാരിക്കുന്ന, ഭൂരിപക്ഷമല്ല, ആ ഹിന്ദുക്കളുടെ അമ്പലങ്ങളിലും ഹിന്ദുക്കളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിലും ഇത്രയും നീചവും നിന്ദ്യവുമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ വിഷമം തോന്നണില്ലേ? ബൈബിളിനെ കുറിച്ച് CPM-കാർ ഇതുവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദൈവ ശുശ്രൂഷയും സംഗീത ശുശ്രൂഷയും അത്ഭുത കാഴ്ചകളുമൊക്കെ നടത്തി പെന്തക്കോസ്തുകാര് കത്തിക്കാളിയിട്ട് രോഗശാന്തി ശുശ്രൂഷ നടത്തുമ്പോൾ അതിനെതിരെ ഒരക്ഷരം മിണ്ടാത്തവര് ഈ പല പ്രദേശത്തും ചെന്ന് മഹാഭാരതത്തിനും രാമായണത്തിനും എതിരെ പ്രവർത്തിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും അതിൽ ഗവേഷണം നടത്തി ഒരു ജന്മം തുലയ്ക്കുമ്പോഴും അടുത്ത ജന്മം നീചവും നിന്ദ്യവുമായിട്ടുള്ള ഒന്നായിരിക്കുമെന്ന് ഉറപ്പുവരുത്തുന്ന വിധത്തിൽ തന്നെ പ്രവർത്തിക്കുമ്പോഴും ഈ മുഖ്യമന്ത്രിക്കും ബാക്കിയുള്ളവർക്കൊന്നും ദുഃഖമില്ലേ? ഹിന്ദുക്കളെ അടിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും മാത്രം ലഭിച്ച ഒരു ജന്മം, അത് മറ്റു മതങ്ങൾക്ക് മുഴുവനും സപ്പോർട്ടായിട്ടും അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെയുള്ളവരും ചോറാണ് തിന്നുന്നത് എന്ന് ചിന്തിക്കാൻ സാധിക്കാത്തത് എന്തേ? വികാര തീവ്രമായിട്ട് ഒരു വിഭാഗത്തിന്റെ പ്രതീകമായിട്ടുള്ള കുരിശിനെ മാറ്റിയപ്പോ ആ മാറ്റിയ കുരിശ് മാറ്റിയ രീതിയോടാണ് വിഷമവും വേദനയുമെങ്കിൽ വെച്ച രീതിയോട് വിഷമവും വേദനയുമില്ലേ? ഗവൺമെന്റ് ലാൻഡ് കയ്യേറി 15 അടി കുഴിച്ച് കോൺക്രീറ്റ് ഇട്ട് 1 ടൺ സാധനം അതെങ്ങനെയാണ് ആ മലമുകളിലേക്ക് കൊണ്ടുപോയത്? അത് ഒരു കുരിശാണ്. ചില ക്രിസ്ത്യാനികൾ അതിനെ എതിർക്കാനും പോലും കാരണമുണ്ട്. കാരണം ബാക്കി കുരിശിന് നിന്ന് ശ്രദ്ധ ഈ കുരിശിലേക്ക് വന്നാൽ ബാക്കി കുരിശുകൾ കയ്യേറി വെച്ചതൊക്കെ രക്ഷപ്പെടും. വഴി നീളെ കുരിശ് വെക്കാൻ ഇത്രയും ഒരു ഉജ്ജ്വലമായിട്ടുള്ള ചിഹ്നമാണ് അതെങ്കിൽ, പ്രത്യാശയുടെ പ്രതീകമാണ് യേശുവിനെ ആണിയടിച്ച കുരിശെങ്കിൽ, ആ പ്രത്യാശ ഗവൺമെന്റ് ഭൂമി കയ്യേറിയിട്ടാണോ നിലനിർത്തുക? കുറേ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാനില്ലേ? അത് ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമാണോ? ശ്രീകൃഷ്ണനെ അമ്പെയ്ത ആ അമ്പ് പൂജിക്കുന്ന പോലെ മഹാത്മാഗാന്ധിയെ വെടിവെച്ച പിസ്റ്റൾ പൂജിക്കുന്നത് പോലെയും ഉള്ളൊരു സംസ്കാരത്തിന്റെ ഭാഗമല്ലേ അത്? മഹാത്മാഗാന്ധിയെ കൊന്നത് RSSകാരാണെന്ന് നിയമസഭയുടെ 60ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തന്നെ അതേ സ്ഥലത്തിരുന്നുകൊണ്ട് പറയാൻ ഒരു ചളിപ്പുമില്ലാതെ മുമ്പോട്ട് പോകുന്നവർക്ക് ആ തോക്ക് പൂജിക്കാൻ സാധിക്കുന്നത് പോലെയല്ലേ ഇത്? ഭാരതീയ സംസ്കാരവുമായിട്ട് ഒരു ബന്ധമില്ലാതെ വിദേശത്ത് നിന്ന് വന്നൊരു സംസ്കാരത്തെ ഭാരതവൽക്കരിക്കാൻ വേണ്ടിയിട്ടും അത്ഭുത ശാന്തിയും യോഗ ശുശ്രൂഷയും ഒക്കെ നടക്കുന്നത് ഹിന്ദുക്കൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൽ യുക്തിവാദികളും ബുദ്ധിജീവികളും ഇടതുപക്ഷവും DYFIയും SFIയും ഒക്കെ ഒരുമിച്ച് കയറിയിട്ട് അട്ടഹസിക്കുമ്പോൾ അപ്പുറത്തുള്ളവർ ചെയ്യുന്നതിനെതിരെ പ്രതികരിക്കണ്ടേ? അപ്പൊ അവരുടെ അമ്പലങ്ങളും അവരുടെ വിഗ്രഹങ്ങളും മോഷണം പോകുമ്പോഴും അവരുടെ അമ്പലങ്ങളുടെ ഭൂമി കയ്യേറുമ്പോഴും അതിൽ വീട് വെച്ച് സുഖമായിട്ടിരിക്കുമ്പോഴും അതിനെതിരെ ഒരു വിരല് പോലും അനക്കാതിരിക്കുമ്പോഴും അനക്കാനായിട്ട് മുമ്പോട്ട് വന്നവനെ ഒതുക്കുമ്പോഴുമെല്ലാം ഈ വേദന നമ്മുടെ മുഖ്യമന്ത്രിക്ക് തോന്നണില്ലേ? വെറുതെ ഒന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ചോദിച്ചത് കൊണ്ട് ബലം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അനുയായികളിൽ കുറച്ചു പേരുടെയെങ്കിലും മനസ്സ് മാറ്റാൻ സാധിച്ചാൽ അത് ധന്യമായിട്ടുള്ള ഒരു യജ്ഞമാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചോദിക്കുന്നത്. പ്രണാമം, നമസ്കാരം.